നമ്മുടെ മലയാളത്തിലെ മമ്മൂട്ടി മോഹൻലാലിനും എത്ര ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അവരെ പടങ്ങൾക്ക് എത്ര ഹൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് അവരെ കുറിച്ച് എപ്പോഴും അഭിമാനം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തമിഴിൽ അജിത്തും വിജയും അല്ലെങ്കിൽ ഇപ്പൊ കന്നഡയിൽ ഉപേന്ദ്രയും പുനീത് രാജ്കുമാറും എല്ലാവർക്കും ഫാൻസ് ഉണ്ട്. പക്ഷെ ഈ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതല്ലാതെ നമ്മുടെ മലയാളത്തിന്റെ ഒരു സ്വകാര്യ അഭിമാനം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ നമുക്ക് കാഴ്ചവെച്ചുള്ള സിനിമകൾ, അവരുടെ അഭിനയിക്കാനുള്ള കഴിവ്, അവരെ കുറിച്ച് അവരെ കോ ആക്ടേഴ്സും കോ സ്റ്റാർസും കഴിഞ്ഞ 20-25 കൊല്ലങ്ങൾ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ആ ഒരു വാസ്റ്റ് എമൗണ്ട് ഓഫ് വർക്കും അവരുടെ ആ റേഞ്ച് ഓഫ് ആക്ടിങ്ങുമാണ്. അതുകൊണ്ട് തന്നെ മഹേഷ് നാരായണനെ പോലെ ഒരു ഡയറക്ടർ, ടേക്ക് ഓഫ്, മാലിക്, സി യു സൂൺ തുടങ്ങിയ സിനിമകൾ ഡയറക്ട് ചെയ്ത ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ അവരെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലാവും ഇതൊരു 2020 പോലത്തെ സിനിമയോ അല്ലെങ്കിൽ ഫാൻസിന് കൊണ്ടാടാൻ വേണ്ടി മാസ് സീൻസും മാസ് മ്യൂസിക്കും എലിവേഷനും ഇൻട്രോവും BGM ഒക്കെ ഇട്ട് മുഴക്കാൻ പോകുന്നൊരു സിനിമയല്ല എന്ന് നമുക്ക് ഈ പടത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ പടത്തിന് വേണ്ടി ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പേട്രിയറ്റ് കണ്ടു, അതിന്റെ റിവ്യൂ ആണ് ബാക്കിയുള്ള വീഡിയോ. ഈ പടത്തിനകത്ത് ഒരുപാട് പെർഫോമൻസ് ഉണ്ട്. ഇത് ആ പെർഫോമൻസിന് വേണ്ടിയിട്ട് മഹേഷ് നാരായണൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സോഷ്യൽ മെസ്സേജ്, ജനറൽ പബ്ലിക്കിന് റെലവെന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കാനും ഇനി ഭാവിയിൽ നമുക്ക് നേരിടേണ്ടി വരേണ്ട കുറച്ച് കാര്യങ്ങളെ അവരെ ബോധവൽക്കരിക്കാനും കൂടിയിട്ടാണ് ഈ സിനിമ ചെയ്തേക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ പടം വളരെ കോൺട്രവേഴ്ഷ്യൽ ടെറിട്ടറിയിലേക്ക് പോകാമായിരുന്നു. സെൻട്രൽ ഗവൺമെന്റിനെയോ സ്റ്റേറ്റ് ഗവൺമെന്റിനെയോ ഇതിനകത്ത് നെഗറ്റീവായ രീതിയിൽ പോർട്രേ ചെയ്തിരുന്നെങ്കിൽ എമ്പുരാന് സംഭവിച്ച പോലെ ഈ സിനിമയ്ക്കും പല വിവാദങ്ങളിലും പോയി പെട്ട് ചിലപ്പോൾ മാർക്കറ്റിംഗ് ഭാഗത്ത് നിന്ന് ഈ പടത്തിന് നല്ലൊരു പുഷ് കിട്ടിയായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ഈ പടത്തിൽ സ്റ്റോറിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് അവരുടെ പെർഫോമൻസസിനെ ഡ്രൈവ് ചെയ്യാനാണ് മഹേഷ് നാരായണൻ ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഇൻട്രോ സീനോ മോഹൻലാലിന്റെ ഇൻട്രോ ഒക്കെ കാണിക്കുന്നതിന് മുൻപ് തന്നെ ആൾക്കാർ ക്യാമറ എടുത്ത് റെഡി ആയിരിക്കണം ലാലേട്ടന്റെ ഇൻട്രോ എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അവരെ ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെയൊക്കെ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ഈ പടം വലിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും. കാരണം ഈ പടത്തിനകത്ത് ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള ഫാൻ സർവീസും ഈ പടത്തിനകത്ത് മഹേഷ് നാരായണൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഹാഫിന്റെ റിവ്യൂ ഞാൻ ഓൾറെഡി എന്റെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഇട്ടിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തൊരു ഫസ്റ്റ് ഹാഫാണ്. ഇതിന്റെ ഒട്ടുമിക്ക ലൊക്കേഷൻസും വരുന്നത് ഇന്ത്യയുടെ പുറത്താണ് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിലാണ് ഇന്ത്യയിലേക്ക് ഈ പടം തിരിച്ചു വരുന്നത് തന്നെ. കേരളത്തിൽ വളരെ കുറച്ച് സീനുകൾ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് ആണെന്ന് നമുക്ക് തോന്നുന്നത് ഒരു ഹോളിവുഡ് അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ സിനിമ, ഒരു ത്രില്ലർ സിനിമയുടെ ഒരു ടെംപ്ലേറ്റും അതിന്റെ ആ ഒരു പ്രസന്റേഷനും ആണ് ഈ പടം ഫോളോ ചെയ്യുന്നത്. കാരണം പക്ഷേ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു അബവ് ആവറേജ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഗുഡ് മൂവി, വിച്ച് വെരി എന്റർടൈനിങ്. ഒരിക്കലും ബോർ അടിച്ചിട്ടില്ല ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. എന്തായാലും തിയേറ്ററിൽ പോയി ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. ഈ സുഷിൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളിലെയും പാട്ടുകളും ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള, എനിക്ക് മറക്കാൻ പറ്റാത്ത വർക്ക്സ് ആയിരുന്നു. പക്ഷെ ഈ പടത്തിലേക്ക് വരുമ്പോൾ സുഷിന്റെ ആ മാജിക് മിസ്സിംഗ് ആണ്. ഒരു പാട്ട് പോലും സുഷിൻ ചെയ്തേക്കുന്ന ഈ പടത്തിൽ നമുക്ക് ഓർത്തിരുന്ന് ഇനിയും കേൾക്കണം എന്ന് തോന്നുന്ന ഒരു വർക്ക് പോലും നമുക്ക് ഈ പടത്തിനകത്ത് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ എല്ലാ ആക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും എല്ലാവരും അവരുടെ പണി ചെയ്തു എന്ന് വിശ്വസിക്കുമ്പോൾ പോലും ഈ പടത്തിൽ ആ ഒരു മാജിക് എലിമെന്റ് മിസ്സിംഗ് ആണ്. നമുക്ക് ഇനി ഈ പടം കാണണം, റീവിസിറ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യണം എന്ന് തോന്നുന്ന ആ മാജിക്, അതാണ് ഈ പടത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ളത്.